ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വിശേഷം കുഞ്ഞു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് റെഡിയാക്കാൻ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. വാ കണ്ടിട്ട് വരാം. വാ. അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, ജീരകം, കൊച്ചുള്ളി, കറിവേപ്പില, തേങ്ങ, പിന്നെ തൈരുണ്ട്, പൈനാപ്പിൾ, അടുപ്പിൽ ഇച്ചിരി മുളക് പൊടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് എരിവ് വേണം, പുളി വേണം, മധുരം വേണം, ഉപ്പ് വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് നമുക്കൊന്ന് പുളിശ്ശേരിയായിട്ട്, പൈനാപ്പിൾ പുളിശ്ശേരി ആയിട്ട്. അതവിടെ നിന്ന് വേഗറായി. അപ്പോൾ ഞാൻ ഇച്ചിരി മുളക് പൊടി. അപ്പോൾ നമുക്ക് അരപ്പ് ശരിയാക്കാം. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഉപ്പിട്ടേ. അപ്പോൾ നമുക്കിനി ഇതിൽ കൂടെ നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന തൈരും തേങ്ങയും ജീരകവും കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്, കൊച്ചുള്ളിയൊക്കെ. അപ്പോൾ നമുക്കിതിലോട്ട് ഇത് ചേർക്കാം. എന്നിട്ട് ഇത് ചൂടാക്കി എടുത്തിട്ട് കടുക് തളിച്ചെടുക്കാം. നമുക്കിതുണ്ടാക്കി വെച്ചിരുന്നാലേ കുറച്ച് ദിവസം ഇരിക്കും. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിരുന്നാൽ മതി. കുപ്പിയിൽ നമ്മൾ ആവശ്യത്തിന് എടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പൈനാപ്പിള്, മാമ്പഴം, പിന്നെ അതുപോലെ തന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴം. ഇതൊക്കെ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്കൊരു അച്ചാറായിരുന്നു. ഞാൻ അച്ചാർ കഴിക്കത്തില്ല, അച്ചാറ് ഉപ്പും ഇതൊക്കെ നമ്മൾ നിരോധിച്ചു. പപ്പടം വരെ നിരോധിച്ചു. എന്നാലും അത് കുറച്ചിരിപ്പുണ്ട്, അതെങ്ങനെയും തീർക്കണം. അപ്പോൾ ഇതിൽ ഇനി മധുരത്തിന് ആവശ്യമായ മധുരമുണ്ട്. നല്ല പഴുത്ത് മധുരമുള്ളതാണ് ഈ കടച്ചക്ക. അതായത് നമ്മളെ കുറുത്തിച്ചക്ക എന്ന് പറയും, പൈനാപ്പിള്. ഇതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് അപ്പുറത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിച്ച് താളിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ കറി പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പം തിളച്ച് തൈര് ഒഴിച്ചതുകൊണ്ട് ഒത്തിരി തിളപ്പിക്കാൻ പാടില്ല ഗൈസ്. അപ്പോൾ ഇത് ഞാൻ അടുപ്പ് നിർത്തിട്ടെ. അപ്പോൾ മധുരത്തിന് ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൽ പഞ്ചസാര, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നിങ്ങളെ കാണിച്ചില്ലേ, പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറ സൈഡിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പിടിച്ച് നമുക്കിത് കൂട്ടി ചോറ് കഴിക്കാം. ചോറിന് ഇത് കഴിച്ചു. ഈ ചോറ് കഴിക്കുമ്പോൾ കാണിച്ചു വറവിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട കറികളൊക്കെയാണ് ഇതൊക്കെ. നമുക്കിതെടുത്ത് അടുപ്പ് നിർത്തിട്ട് ഗ്യാസ് ഇനി അത് അവിടെ ഇരുന്ന് വേഗം അടച്ച് വെച്ചിട്ട് നമുക്കിന്ന് ആഹാരം കഴിക്കുമ്പം എടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് അത് എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് ഇന്ന് വെച്ച കറി ഏതെന്ന് വെച്ചാൽ അറിയാമല്ലോ, പൈനാപ്പിൾ പുളിശ്ശേരി. കുറച്ചെടുത്ത് ഒരു സൈഡിലോട്ട് വയ്ക്കണം. എടുക്കുമ്പോൾ 2 പേർക്കായിട്ട് എടുക്കാം. വെച്ചിട്ട് ഉച്ചയ്ക്കുള്ള കറിയാണ്. അപ്പം കേസ് ഞാൻ ചോറ് കഴിക്കാൻ പോകണം. പുളിശ്ശേരി, ചീരത്തോരൻ, ഇന്നലത്തെ തലക്കറിയാണ്. അപ്പോൾ അതിൽ കഷ്ണങ്ങളൊന്നും കാണത്തില്ല, മുള്ളും കൊളുത്തൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ശകലം ചാറും കൂടെ വെച്ച് ഇങ്ങനെ വിലകി കഴിച്ച് നോക്കട്ടെ. അമ്മച്ചി തീരെ തണ്ട് വേണ്ട, കഴിക്കട്ടെ.
എവിടെയാണ് അതിൻ്റെ വെള്ളം ഇതാവും സൂപ്പർ അടിപൊളി